ഹലോ അസ്സലാമലൈക്കും. ഇപ്പം ഞാനേ ഒരടുപ്പ് ഉണ്ടാക്കിച്ചാൽ വിചാരിച്ചാൽ അലി നാട്ടിലേക്ക് പോണതിൻ്റെ അടുക്കായിട്ട് ഓനെക്കൊണ്ട് ഒരു അടുപ്പ് ഉണ്ടാക്കിച്ചാൽ വിചാരിച്ച് ഒരു ഡ്രമ്മിൻ്റെ പിന്നെ 3 സെക്ഷനായിട്ടാണ് ഡ്രമ്മിൻ്റെ ഇത് ഉണ്ടാവുക, ബാരൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ 2 സെക്ഷൻ അവിടെ നിർത്തിയിട്ട് മേലത്തെ സെക്ഷൻ അവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വേസ്റ്റ് മണ്ണുകളും കല്ലും മുട്ടിയൊക്കെ ഇട്ട് കൊടുത്തൊക്കെയാണ്. നല്ലൊരു അടിപൊളി അടുപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ വീഡിയോ കംപ്ലീറ്റും പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ വായുവട്ടം എത്ര വേണം വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ വായുവട്ടം കുറച്ചും കൂടി വലുതായിട്ട് വേണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചാൽ പല ഇതും ചെയ്ത് നോക്കി, ഒന്ന് വായുവട്ടം കൂടുതൽ കിട്ടാനുള്ളതായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കിട്ടണില്ല. അപ്പോൾ എന്താ വിചാരിച്ചു, ഇതിന് 3 ട്രിപ്പായിട്ട് ചാക്ക് കെട്ടിക്കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു വട്ടം കൂടുമല്ലോ എന്ന് വിചാരിച്ചു കണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വര കാണില്ല നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത്രക്കറ്റ മണ്ണിടണം. നമുക്ക് അടുപ്പിൻ്റെ ഉള്ളിൽ അധികം ആയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിറക് വെച്ചാൽ എത്ര വെച്ചാലും കാണൂല. അപ്പോൾ കുറച്ച് ആയേ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടിന്ന് ഒന്നും കൂടി വെച്ച് നോക്കും കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പറന്നുകാണ്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കല്ലും മണ്ണും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ ഇടയിൽ ഗ്യാപ്പ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ. പിന്നെ എന്തെങ്കിലും പ്രശ്നമായാലോ വിചാരിച്ചു കണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് അടച്ച് റെഡിയാക്കി എടുത്തു. ഇനി ഇതാ ഈ ടിന്ന് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ടിന്ന് കുറച്ചിങ്ങനെ മേൽക്കായിട്ട് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് അടുപ്പിന് വിറക് വെക്കണ ഒരു ഭാഗം വേണം. അപ്പോൾ അതിന് ഒരളവ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഓനോട് പറഞ്ഞതെന്ന് വെച്ചാൽ പുക ഉള്ളിലേക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട്, അത് എൻ്റെ ഒരു ഐഡിയ കേട്ടോ. ഞാനും ഓനും കൂടി ആണ് ഈ ഐഡിയ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ ഓൻ്റെ ഐഡിയയും കൂടി ചേർത്ത് കാണാൻ ചേരുന്നത്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് എനിക്കൊരു കോയിൽ വെക്കണം, പുക കോയിൽ പോലെ. അതുമല്ല നമ്മൾ PVC പൈപ്പിൻ്റെ അളവിലുള്ള ഒരു കോയിൽ വെക്കണം. അതിൽ കൂടെ എയർ പുറത്തേക്ക് പോവും വേണം. നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തു കൂടെ ഉള്ളിലേക്ക് എയർ വരും ചെയ്താൽ നല്ലോണം കത്തുമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ അടുപ്പിൻ്റെ മാതിരി ഈ മൊനകളൊന്നും ഇല്ലാതെയാണ് ഈ ചെമ്പട്ടി വെക്കുക. ഇപ്പോൾ ജസ്റ്റ് എന്താ വീട്ടിൽ വലിയ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പാട്ടത്. ചെറിയ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ വിറകിൻ്റെ വെക്കാനുള്ള ഓട്ട എത്ര വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒരളവ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ 3 ഭാഗവും കട്ട് ചെയ്തു. 3 ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം കട്ട് ചെയ്യാതെ അതിങ്ങനെ പുറത്തേക്ക് തള്ളി വെച്ചേക്കുകയാണ് ചെയ്തിങ്ങനെ. പിന്നെ അതിൻ്റെ സൈഡൊക്കെ അരം വെച്ചുകാണ്ട് റെഡിയാക്കി ഉഴിഞ്ഞെടുത്തു. അതേമാതിരി ഈ ഡ്രമ്മിൻ്റെ മേൽഭാഗവും അതേപോലെ പിന്നെ കട്ടറുണ്ട് ഇവിടെ, അത് വെച്ചുകാണ്ട് റെഡിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ അതഞ്ഞ് പിന്നെ അതിനൊരു പുടുത്തം വേണം. നമ്മളെ കൊണ്ടൊന്നും പുടുത്തം ഉണ്ടായാലൊന്നും താങ്ങും. ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ മേലെ മെറ്റലൊക്കെ കൂടി വരുമ്പോൾ വെയിറ്റ് കൂടും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ തൂക്കി പിടിച്ച് വെക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാക്ക കമ്പി കൊടുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പുടുത്തം ഉണ്ടാക്കുകയാണ്. അത് ഇവക ഐഡിയ ഒക്കെ ഓൻ്റെ അടുത്തുള്ളതാണ്. നല്ല ഐഡിയ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഓരോ നാട്ടിലും ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഓൻ പറയുന്നത് നാട്ടിൽ വന്നാലും ഞാൻ ഈ ഗ്യാസ് എങ്ങനെ കത്തിക്കാതെ നിൽക്കാനുള്ളതാണ് നോക്കണത്, വിറകാ കത്തിക്കണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര തോനെ വിറകുണ്ടെങ്കിലെ വീട്ടിലൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒരു മരം മതിയല്ലോ, ഒരു മരത്തിൽ നമ്മൾ കൊല്ലത്തിൽ തോലയിക്കണ ആ കൊമ്പാൾ തന്നെ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ ഒരു കൊല്ലത്തിൽ തോലയിക്കണ കൊമ്പാളൊന്നും തയ്യില്ല, പിന്നെ എൻ്റെ ഭാര്യ ഒറ്റക്കായാലും വിറക് എത്ര വേണമെന്നാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതൊന്നും 3 മരം ഉണ്ടായാലും ഞങ്ങൾ കൊല്ലത്തോടെല്ലാം കത്തിക്കലുണ്ട് കാരണം. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുക അത് എങ്ങനെയാണ് പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ ഇവർ പശുവിനെ എരുമയാണ് വലിക്കുണ്ടാവുക, പോത്ത് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതിനെ വളർത്തുമ്പോൾ രാവിലെ എന്നും അതിൻ്റെ വളം പുറത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ നെല്ലിൻ്റെ വേസ്റ്റ് ഇല്ലേ, പതിര് അങ്ങനത്തെ ഒക്കെ നെല്ലിൽ ഇത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചാണം കൂടി കുഴച്ചിട്ട് 1-2 വിറകിൻ്റെ കൊള്ളിമ്മൽ ഈ ചാണം കംപ്ലീറ്റും കവർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഉണക്കാൻ വെക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു കൊള്ളി തന്നെ കണ്ടമാനം നേരം കത്താണ്ടാവും. പക്ഷെ അത് എനിക്കും അറിയട്ടെ, തമിഴ്നാട്ടിലായാലും ചാണും മണ്ണും കൂടി കുഴച്ചിട്ട് ചുമരുമ്മലിങ്ങനെ പത്തിരി പോലെ ആക്കി വെച്ച് ഉണക്കിയെടുക്കുക. അത് നല്ല ചൂടാണ്. അവർ അധികം ഇങ്ങനെ കത്തിക്കൂല, മനുഷ്യൻ
പിന്നെ മരിച്ചതിൻ്റെ ശേഷമുള്ള കത്തിക്കലിന് ഒക്കെ യൂസ് ചെയ്യും അത്. അപ്പോൾ അത് നല്ല ചൂടാണെന്ന് എനിക്കറിയാം. കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയങ്ങൾ ചൂട് നിലനിൽക്കുമെന്നും അറിയാം. അപ്പോൾ അത് അറിയണം. അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ നെല്ലിൻ്റെ പതിരും ഇതൊക്കെ കുറച്ച് വേസ്റ്റുകളൊക്കെ കുറച്ച് കൂടുതലുണ്ടായാൽ അത്രക്കും അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ വർത്താനം പറഞ്ഞ ഇടയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ പുടുത്തുണ്ടാക്കിയത്. ഇനി വാർക്കാൻ വേണ്ടിയിട്ട് ഉള്ള റെഡിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് തള്ളി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത്. പിന്നെ അതിൻ്റെ മേലെ കമ്പി വെക്കാൻ, അത് ലാസ്റ്റ് വാർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാക്ക പറഞ്ഞത് മേലെ ഒന്ന് കമ്പി വെക്കണമെന്ന്. പക്ഷേ ലാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവന് കമ്പി അടിച്ച് താത്തി. ഇപ്പോൾ ഈ പലാകണ്ട കാണില്ല ഞങ്ങൾ ഈ വിറക് വെക്കണ ആ ഭാഗത്ത് ഒരു 3-4 കമ്പി ഇടണമായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് കാക്ക പറഞ്ഞപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെ ഈ കമ്പി സൈഡിൽ ചെരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. ഇത് ഒറ്റ നടുക്ക്, പിന്നെ 4 ചുറ്റുവട്ടും പിന്നെ ഒരേ അളവിലാണ് നിൽക്കണമെന്ന് നമ്മൾ അളവെടുത്ത് നോക്കണം. അപ്പോൾ അങ്ങനെ അളവെടുത്ത് നോക്കിയിട്ട് ഈ കമ്പി ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ കുറച്ച് ക്യാപ്പിലായിട്ട് ഇങ്ങനെ വളച്ചുകൊണ്ടാണ് വെച്ചേക്കുന്നത്. അപ്പോഴേ നമുക്ക് നേരിട്ട് ദാണിയും കാട്ടിയും ഒന്നും കൂടി സേഫ്റ്റി ആയാലും അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ആ കമ്പി എന്ത് ചെയ്തു വെച്ചാൽ മെറ്റൽ ഇട്ടുകാണ്ട് അവിടെ നിർത്തി. അത് ഇളകാതെക്കാൻ വേണ്ടിയിട്ടുള്ള നിർത്തല്ല, അല്ലാത്ത മെയിനായിട്ടുള്ള നിർത്തലല്ല. പിന്നെ നമ്മൾ ആ ഡ്രമ്മിൽ 3 ചാക്കുകൾ ചുറ്റി അത് കെട്ടി കൊടുത്തതിൻ്റെ ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇറക്കി കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വലിച്ചു വരുമ്പോൾ ഒന്നായിട്ട് അതിന് ഒട്ടി പിടിക്കുമല്ലോ, അങ്ങനെ പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ചാക്ക് കെട്ടി കൊടുത്ത് ഞാൻ ചാക്ക് അവിടെ റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചതും കൂടി വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആക്കുക. പിന്നെ ഞങ്ങൾ കണ്ടില്ലേ വിറക് കത്തിച്ചുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ. അത് നല്ല പിന്നെ സ്ട്രോങ് ഉണ്ട്. ആ 3 ഭാഗം കട്ട് ചെയ്ത് കണ്ട് റെഡിയാക്കി എടുത്താണ്. അപ്പോൾ അപ്പോൾ 4 ഭാഗവും ഒരേപോലെയാണോ എന്ന് അളവ് നോക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അതിലേറെ വലിയ വിറകൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെച്ചെങ്കിൽ നമ്മളാ മേലത്തെ ചട്ടി എന്താ വെച്ചെങ്കിൽ ചക എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചകിരി കൂടുതൽ നിറച്ചിട്ട് കൊടുത്താലും മതി. എൻ്റെ ഐഡിയയിൽ എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞതിന് വെച്ചാൽ ചുറ്റും ഇഷ്ടിക വെച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അടുപ്പിൻ്റെ ഇഷ്ടിക ഉണ്ടല്ലോ അത് വെച്ചാൽ. അപ്പോൾ അവന് പറഞ്ഞ് എന്തിനാ വെറുതെ അടുപ്പിൻ്റെ ഇഷ്ടിക വേണ്ട, നമുക്കത് വാർത്തെടുക്കാമെന്നുള്ള ഐഡിയ അലിൻ്റെ നിന്ന് വന്നതാണ്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് തന്നെയാണ് വെക്കുന്നത്. എപ്പോഴൊന്നും കത്തിക്കൂലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കത്തിക്കുള്ളൂ. ഇനി കത്തിച്ച് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതാ മെറ്റലും സിമൻറ്റും കൂടി കുഴച്ചുകാണ്ട് കുറച്ച് വെള്ളത്തിൽ ലൂസാക്കി കുഴച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. കംപ്ലീറ്റ് നിറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ തട്ടി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ കമ്പി ഇട്ട് കാണും ഇങ്ങനെ കുത്തണം, രണ്ടാലൊന്ന് ചെയ്യാം. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ പൈപ്പ് ഇങ്ങനത്തെ 3 പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 പൈപ്പുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് 3 ഭാഗത്തേക്കും. ആവി പറഞ്ഞാൽ പുക, അടുപ്പിൻ്റെ ഉള്ളിലത്തെ പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റും ഇങ്ങനെ ഇനിയിപ്പോൾ ആ പൈപ്പൊക്കെ ഇട്ട് കവർ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഡ്രമ്മിൻ്റെ സൈഡിൽ ഒന്നിട്ട് കട്ട് ചെയ്ത് കാണാനാണ് ആ പൈപ്പ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറയും നമ്മളെ ബക്കറ്റിന് ഇതില്ലാത്തതാണ്, അത് കറക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ അവിടെയൊക്കെ കേക്ക് വൃത്തിയാക്കി ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അതിൻ്റെ മേലത്തെ ചട്ടിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഇതേമാതിരി വെള്ളമൊക്കെ പിന്നെ ലൂസായിട്ടില്ല നമ്മൾ അതൊക്കെ നല്ല ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഓനൊരു ഇതൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ തന്നെ മാറ്റി, ഇന്നലെ വൈകുന്നേരം തന്നെ അതൊക്കെ മാറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ലെയർ ചാക്ക് ചുറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചാക്ക് എടുക്കാനാണ് ഇപ്പോൾ നോക്കണത്. എന്ന് വെച്ചാൽ ഇതുകൊണ്ട് അതിമ ടൈറ്റായ പോലെയാണ്. പക്ഷേ പിന്നെ ചാക്ക് ചുറ്റി കവറൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നെ നല്ല ടൈറ്റ് ഉണ്ട്, പക്ഷേ നല്ല ടൈറ്റ് ഇത് കണ്ടില്ല, ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് ഓനത് വലിച്ചെടുക്കണത്. നല്ല സൂപ്പർ അടുപ്പിട്ടാ ഇത്. നമുക്ക് വെറുതെ അടുപ്പ് വാങ്ങണേക്കാട്ടിയൊക്കെ നല്ല നമ്മൾ വീതനപ്പുറം ഉണ്ടാക്കിയാണ്ട് അടുപ്പ് ഉണ്ടാക്കണേന് ബദൽ ഇങ്ങനത്തെ ഒരു അടുപ്പാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇത് വലിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ. ഇനിയിപ്പോൾ ഓനെ ആ ഇത് കുറച്ചുകൂടി വലിച്ചപ്പോൾ അതിൻ്റെ ചാക്കിൻ്റെ ഒരു
ലേശം ഉണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ ചാക്ക് പിടിച്ചിട്ട് വലിച്ചപ്പോൾ അത് കംപ്ലീറ്റും വേഗം കിട്ടി. അപ്പോൾ ഈ ചാക്ക് ഇട്ട് കൊടുത്തത് വെച്ചാൽ നമ്മളെ ഗ്രൗണ്ട് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേറെ കുറച്ചുകൂടി വട്ടം വേണമായിരുന്നു. അപ്പോൾ ചാക്ക് കംപ്ലീറ്റ് പോന്നപ്പോഴത്തേന് പിന്നെ പെട്ടെന്ന് എടുക്കാൻ കിട്ടി. പിന്നെ ഇതിൻ്റെ കവറുമ്മൽ മൂലകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഇതേമാതിരി ചെയ്യുന്ന സമയത്ത് തന്നെ മൂലയൊക്കെ കറക്റ്റ് ആക്കിക്കാണ്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തുകാണ്ടാട്ടോ ചെയ്തത്. അപ്പോൾ കുറഞ്ഞൊരു സിമെൻറ്റിൻ്റെ അതുകൊണ്ട് അധികം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത് വേഗം ക്ലീനായി കിട്ടി. ആദ്യം ചെമ്പട്ടിമ്മൽ എണ്ണ തേച്ച് അത് ഇറക്കാമെന്നാണ് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ എയറൊക്കെ ഉണ്ടല്ലോ, ഓട്ട പോകാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ പുക പോകാൻ വേണ്ടിയിട്ടിട്ട ഓട്ടകളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. പിന്നെ അടുപ്പ് വിറകൊക്കെ വെക്കാനുള്ള സ്ഥലമാണിത്. അപ്പോൾ അതിനും ഇതേമാതിരി അടച്ചു കൊടുത്തതൊക്കെ എടുക്കുകയാണ്. അതൊരു കവർ ഇട്ട് കാണ്ടേനെ അതും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയയിൽ വന്നൊരു ഇതാണെങ്കിലും അലിൻ്റെ ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറേശ്ശെ പറഞ്ഞു കൊടുത്ത് പിന്നെ അവൻ്റെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിലും നല്ലൊരു അടുപ്പ് അത് കംപ്ലീറ്റും ക്ലിയറായി കഴിഞ്ഞപ്പോൾ നല്ലൊരു അല്പം. പക്ഷെ നമുക്ക് പുറത്തൊക്കെ വെച്ചെന്ന് വെച്ചാലും അതങ്ങനെ ഒന്നും നീക്കാനൊന്നും ഗതികേടാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ വെച്ചാൽ എത്ര നമ്മൾ ഹൈറ്റിനനുസരിച്ചാൽ ഡ്രം അങ്ങനെ കേട്ടോ മുറിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹൈറ്റിനനുസരിച്ച് കറക്റ്റ്. അപ്പോൾ ഞാനെന്താ ചെയ്തത് വെച്ചാൽ ഇത് വലിയൊരു ചെമ്പട്ടി വെച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇളക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് വലിയ ചെമ്പട്ടികൾ അങ്ങനത്തെ ചെറിയ ചെറിയ അടുപ്പിനല്ല അത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, വലിയ അടുപ്പ്. അപ്പോൾ നമുക്കത് ഇളക്കാനും ഇനിയിപ്പോൾ അത് നിരക്കിക്കാണ്ടൊന്നുണ്ട് വാങ്ങി വെക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഈ അടുപ്പിൻ്റെ വായുവട്ടം ഇത്രക്കും വലുതാക്കിയിട്ടുള്ളത്. ചെറുതാക്കി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബുദ്ധിമുട്ടായിക്കാരും തോന്നുന്നു. കാരണം വെച്ചാൽ കുറേ വീതനപ്പുറം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ അടുത്ത് വലിയൊരു ചെമ്പട്ടി ഉണ്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ട് തന്നെ നിൽക്കുക. പിന്നെ വിറക് വെക്കാൻ ഇവിടേക്ക് വേറെ എന്തെങ്കിലും എകരുള്ള സാധനം വെച്ച് കണ്ടോ എങ്ങനെയെങ്കിലും വെക്കട്ടോ. കുറച്ചൊരു ഓൻ പറഞ്ഞത് ഒരു അത്യാവശ്യം വലിയൊരു വിറകും കൊള്ളി വെക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അലി. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് തീയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒന്ന് നമ്മൾക്ക് ആ ചെമ്പട്ടിയുടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഉള്ളിൽ വിറകൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ചെറിയ വിറകുകളുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചിരട്ട ചകിരി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അപ്പോഴും നല്ല കണലും ഇതൊക്കെ ആയി കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒന്ന് തട്ടിക്കാണ്ട് റെഡിയാക്കി എടുക്കണം. എന്നുവെച്ചാൽ ഇത് സിമൻറ്റേറ്റ് അടഞ്ഞു പോയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉൾവശമാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ ഇനി ഓട്ടകളൊക്കെ ഉണ്ടില്ലായി പുക പോകാനുള്ള ഓട്ടയാണത്. അതൊക്കെ ഇനി അവിടെ നിന്ന് കുത്തിക്കാണ്ട് റെഡിയാക്കി കൊടുക്കും. അങ്ങനത്തെ 3 ഓട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവും കുത്തിക്കാണ്ട് കറക്റ്റ് ആക്കി എടുക്കുകയാണ്. അധികം വലിയ ഇതൊന്നുമല്ല, ഇരുമ്പിൻ്റെ പൈപ്പാണ് നമുക്ക് അങ്ങനെ ആകുമ്പോൾ വെക്കേണ്ടത് കേട്ടോ. ഇനി ചൂട് തട്ടിക്കാണ്ട് എന്തെങ്കിലും പ്രശ്നമാവേണ്ട വെച്ചിട്ട് ഇരുമ്പിൻ്റെ പൈപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് കുറച്ച് വലുതും 2 ഒരു മീഡിയം സൈസുമാണ് വെച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഗ്രൗട്ട് അടിക്കണം. പിന്നെ ചെമ്പട്ടിൻ്റെ വട്ടം ഒന്ന് ശരിയാക്കി എടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞങ്ങളറിഞ്ഞ് തച്ച് ഉടച്ചുകാണ്ട് ഒന്ന് കറക്റ്റാക്കി. അപ്പോൾ ഈ ചെമ്പട്ടിൻ്റെ വട്ടം കറക്റ്റാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ശരി. എന്നിട്ട് ഒന്ന് ഗ്രൗട്ട് അടിക്കും വേണം. അപ്പോൾ ചെമ്പട്ടിൻ്റെ വട്ടം കറക്റ്റായി കിട്ടിയിട്ടാണ്. ഇനി അത് നല്ല വൃത്തിയിലൊന്ന് ഗ്രൗട്ട് അടിച്ച് വെച്ചാൽ കൂടുതൽ സിമെൻറ്റും കുറച്ച് കൂടെ ഉള്ളും തന്നെ അടുപ്പിൻ്റെ ഉൾഭാഗം തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു.
ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കവറിൻ്റെ അതായതുകൊണ്ട് പല മോഡലായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തു. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ അതിലെങ്ങനെ വെള്ളം നിർത്തും എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇന്ന് ഏതായാലും നിർത്താൻ പറ്റൂല, എന്നല്ലേ ഇപ്പോൾ അതിൻ്റെ സിമെൻറ്റിൻ്റെ പണിയൊക്കെ എടുത്തത്. അപ്പോൾ നാളെ അതിൽ വെള്ളം നിർത്തുകയാണെങ്കിൽ എങ്ങനെ അതിൽ വെള്ളം നിർത്തും എന്നുള്ളൊരു ഐഡിയ കേട്ടാ. അപ്പോൾ ആദ്യം തിരഞ്ഞ സമയത്ത് ചട്ടകം കണ്ടില്ല കേട്ടോ. അപ്പോൾ ഓന് ഈ സിമെൻറ്റൊക്കെ വരുത്തണതായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത് തന്നെ ഉണ്ടായിരുന്നു ചട്ടകം. ആ ചട്ടകം വെച്ച് നന്നായിട്ട് ക്ലിയറാക്കി ഇട്ട് കൊടുത്ത്. പിന്നെ അതിൻ്റെ അടിഭാഗം തേച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് മാത്രമല്ല അതിൻ്റെ അടി ഒന്ന് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരടുപ്പ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടാ. ഇത് അടുപ്പ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെമ്പട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ നല്ല ക്ലിയറാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെമ്പട്ടി കുറച്ചൊരു ഒരു 1/4 ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ ചെമ്പട്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മളെടുത്തുള്ള ചെറിയ ചെമ്പട്ടി. ഇങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള. അപ്പോൾ ഇതിൻ്റെ മേലെ 2 വലിയ ചെമ്പട്ടി കൂടി ഉണ്ട്. അപ്പോൾ അതും വെക്കാൻ പറ്റൂട്ടാ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മണ്ണിൻ്റെ അടുപ്പുണ്ടാക്കിയ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഡ്രമ്മിൽ കൊല്ലം തേച്ച് കൊടുക്കുന്നുണ്ടായിട്ടുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനത്തെ അടുപ്പുകൾ ഉണ്ടാക്കാനും ഇനിയിപ്പോൾ 2 അടുപ്പാക്കിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇത്രയൊന്നും റിസ്ക് എടുക്കാതെ തന്നെ മെറ്റൽ നിറച്ചിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ അടുപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ഇറക്കി വെച്ച് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഗ്രൗണ്ടിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് അത് ചെയ്യാൻ പറ്റണില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയ ഒരു അടുപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ചെറിയ അടുപ്പ് അകത്തുണ്ട്, കത്തിക്കലില്ല എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ മിനുക്കപ്പണിയിലാണ്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും. അതേപോലെ കമൻറ്റ് ചെയ്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പണികൾ അതേമാതിരി തേപ്പ് എല്ലാ പണിയും അറിയണതുകൊണ്ട് എല്ലാറ്റിലും കൈ ഒന്ന് പരീക്ഷിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ്. ഇപ്പോൾ പാടത്ത് പണിയില്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയായതുകൊണ്ട് ചെയ്തെന്ന് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്കിങ്ങനെ ഒരു അടുപ്പുണ്ടാക്കി തരാൻ മാതിരി ഡ്രമ്മിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കാണ്ട് നമ്മൾ തുറക്കണി അടക്കണി പോലത്തെ അടുപ്പുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യണ മാതിരിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഗ്രില്ല് എടുത്ത് വെച്ച് കാണ്ട് 2 അടുപ്പിൻ്റെ ഒരു സെക്ഷൻ വെച്ചാൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഒരു അടുപ്പുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അടുപ്പ് മതി എന്ന് പറയാം. അതാ ലാസ്റ്റ് മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.